السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഈ വേദിയുടെ അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിനന്ദനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, ബഹുമാന്യനായ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി തുടങ്ങി വേദിയിലുള്ള സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, വളരെ പ്രൗഢമായ പ്രസംഗങ്ങളൊക്കെ ശേഷം വരാനിരിക്കുന്നു എന്നതുകൊണ്ടും വളരെ പരിമിതമായ സമയമാണ് എന്നതുകൊണ്ടും ഞാൻ ദീർഘപ്പെടുത്തി പ്രസംഗിക്കുന്നില്ല. SKSSF അതിൻ്റെ ചരിത്രത്തിൽ മദീന പാഷൻ എന്ന മനോഹരമായ ഒരു സംവിധാനമുണ്ടാക്കി എല്ലാ ജില്ലകളിലും അതിൻ്റെ സമ്മേളന പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും സജീവ ഘടകമായ മലപ്പുറം ജില്ലയിലാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്നതുപോലെ തന്നെ 28 വർഷം പൂർത്തിയാകുന്ന താരുണ്യത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനവും കൂടിയാണ് ഇത്. നമ്മൾ മദീന പാഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ബഹുമാന്യരായ പ്രസംഗകരെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ മദീന എന്ന വികാരത്തിലേക്കും മദീന എന്ന് പറയുന്നൊരു വലിയ ആശയത്തിലേക്കും മദീന എന്നൊരു വലിയ സൗന്ദര്യത്തിലേക്കുമാണ് SKSSFൻ്റെ പ്രവർത്തകർ പോകാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക പരിസരത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കപ്പെടുമ്പോൾ മദീന പഠിപ്പിച്ചു തരുന്ന ഏറ്റവും മനോഹരമായ വികാരം എന്ന് പറയുന്നത് ഇതര മതവിഭാഗങ്ങളുമായി ഒരുമിച്ച് പോകാൻ സാധ്യമാകുന്നൊരു ബഹുസ്വരതയെ നിലനിർത്തുന്നു എന്നതാണ്. മദീന പാഷൻ എന്ന് വിളിക്കുന്നതോടുകൂടെ മദീനയിലേക്ക് എല്ലാവരും കൂടി കൂടടങ്കം പോകണമെന്നർത്ഥത്തിലല്ല. ആ രീതിയിൽ യമനിലേക്ക് പോയിട്ടുള്ള ചില ആടുമേക്കൽ ടീമിനെ പോലെ പോകണവും എന്നുമല്ല. മറിച്ച് ആത്മീകമായ ഒരു സൗന്ദര്യത്തിൻ്റെയും മനോഹരമായ ആത്മീക ധാർമ്മിക വിശ്വാസ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മദീന എന്ന വൈകാരികമായ അംശത്തെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അത് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്താൽ ഒരു ശരിയായ മുഹമ്മദീയ വ്യക്തിത്വത്തിലൂടെ സ്നേഹനിർഭരമായ അതിൻ്റെ സൗന്ദര്യം തൻ്റെ ചുറ്റുവട്ടവും പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്ന വലിയ പ്രത്യേകതയാണ് മദീന പാഷനിലൂടെ ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ ലോകത്തിൻ്റെയും പുതിയ വർത്തമാനം എന്ന് പറയുന്നത് വളരെ ഭീകരമായി വരികയാണ്. ഇന്ന് മോദിയുടെയും ട്രംപിൻ്റെയും കാലമാണ്. വംശീയതയും അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ട ദേശീയതയുടെയും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിക്കുകയും ആരൊക്കെ എങ്ങോട്ട് കയറണമെന്നും ആരൊക്കെ എന്തു തിന്നണമെന്നും ചിന്തിപ്പിക്കുകയും ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ ഭീകരതയുടെ കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, അതുപോലെ തന്നെ ചിന്തയുടെ കാര്യത്തിലാകട്ടെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, തങ്ങളുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യം പോലും അധികാരങ്ങൾക്ക് മുമ്പിൽ അടിയറ വെക്കേണ്ടി വരുന്ന ഭീകരമായ ഒരു കാലത്തൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികാധികാരം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനതയുടെ ഷണ്ഡഭാവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ത്യ മുഴുവനും
സാമ്പത്തികമായ അവരുടെ അധികാരം മുഴുവനും രാജ്യത്തിന് നൽകപ്പെടുന്നൊരവസ്ഥയിൽ തങ്ങളുടെ സമ്പത്ത്, തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് പിറ്റേന്നു മുതൽ ലഭ്യമാകാതെ പോകുന്നൊരു ഭീകരമായ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു രാജ്യത്ത്. ഞാൻ 2 പ്രധാനമന്ത്രിമാരുടെ 2 പ്രസംഗങ്ങളാണ് ഞാൻ ഓർക്കുന്നത്. ഒന്ന്, ഇന്ത്യയിൽ നടന്ന ഏറ്റവും മനോഹരമായ പ്രസംഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടേതാണ്. At the stroke of midnight hour, when the world sleeps, India will awake to new life and freedom. ഈ അർദ്ധരാത്രിയുടെ മണികിലുങ്ങുമ്പോൾ, ലോകമുറങ്ങുമ്പോൾ നാം ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണരുകയാകുന്നു എന്നായിരുന്നു അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗം. ഇന്ത്യയെ യൂണിയൻ ജാക്ക് പതാകയെ താഴെയിറക്കി ഇന്ത്യയുടെ മനോഹരമായ ത്രിവർണ്ണ പതാക ഉയർത്തിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ നിയുക്ത പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ലോകമാകെ ഉറ്റുനോക്കിയ ഒരു പുതിയ ഇന്ത്യയുടെ, ഒരു പുതിയ രാഷ്ട്രത്തിന്റെ, ഒരു പുതിയ ചിന്തയുടെ, ഒരു പുതിയ സംസ്കാരത്തിന്റെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. ആ ഇന്ത്യയാണ് ഈ 7 പതിറ്റാണ്ട് കഴിയുമ്പോൾ മറ്റൊരു പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഇന്ത്യയിലെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചിന്താപരമായ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന വിധം ഭീകരമായ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ പ്രസംഗിക്കുന്നത്. ഭായിയും ബഹനവും എന്ന് കേൾക്കുന്നത് പോലും ഇന്ന് ഇന്ത്യക്കാരന് പേടിയാണ്. അതൊരു ഭീകരമായ വർത്തമാനം പോലെ തോന്നിപ്പോകുന്നു. പണ്ട് ഇതുപോലെ സഹോദര സഹോദരി എന്ന് വിളിക്കുമ്പോൾ അമേരിക്കക്കാരൻ ഉണർന്നെഴുന്നേറ്റ് പറഞ്ഞു, ഒരിക്കൽ ഞങ്ങൾ കേട്ടിരുന്നത്, എന്നും ഞങ്ങൾ കേട്ടിരുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ വന്ന് കഷായ വസ്ത്രം ധരിച്ചിട്ട് ഞങ്ങളെ സഹോദരി സഹോദരന്മാരെന്ന് വിളിച്ചത് ഞങ്ങൾക്ക് ഹരമായി എന്നാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങാനും ഭായിയോം ബഹനോം എന്ന് വിളിക്കുന്നതോടുകൂടെ പേടിച്ചു പോവുകയാണ്. ഏത് ഭീകരമായ മുഹൂർത്തത്തിലേക്കാണ് ഈ രാജ്യത്തെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന പേടിയോടുകൂടെയാണ് ആളുകൾ വീക്ഷിക്കേണ്ടി വരുന്നത്. രാജ്യത്തെ ഗുണ്ടകളുടെ കയ്യിൽ കൊടുക്കുന്ന വിധത്തിലേക്കാണ് ഇന്ത്യയുടെ ഭരണകൂടം ഇന്ന് പോകുന്നതെന്ന് കൂടി നാം പഠിക്കേണ്ടതുണ്ട്. 1921 മുസോളിനി ഇറ്റലിയുടെ പാർലമെന്റിൽ 35ഓളം വരുന്ന പാർലമെന്ററി മെമ്പർമാരുമായി തുടങ്ങുന്നത് ഫാസിസം. പക്ഷേ മുസോളിനി ആദ്യം ചെയ്തൊരു പരിപാടി, അവിടെ ഒരു ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഗുണ്ടകളെ സൃഷ്ടിക്കുകയായിരുന്നു. തങ്ങൾ പറയുന്നതും തങ്ങൾ ചിന്തിക്കുന്നതും തങ്ങളുടെ ദേശീയമായ ഒരു തരം വികാരവും മാത്രം നിലനിൽക്കേണ്ടതുണ്ടെന്നും മറ്റുള്ളവയ്ക്കു നേരെ അതിശക്തമായ അർത്ഥത്തിൽ വളരെ ക്രൂരവും വളരെ ഭീകരവുമായ തരത്തിൽ അവയെ അടിച്ചമർത്തണമെന്നും പറയുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ഫാസിസം. ആ ബ്ലാക്ക് ഷർട്ടുകൾ ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ് നാം ഇന്ന് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയന്റെ മയ്യത്തിനോട് ഡൽഹിയിൽ നടന്ന ക്രൂരമായ ഡോക്ടർമാർ എന്ന് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോൾ ആ സാധുക്കളായ ഡോക്ടർമാരെ മുന്നിൽ നിർത്തി ഇന്ത്യയുടെ ഭരണകൂടം കണ്ണുരുട്ടി കാണിച്ച് കുറെ ഗുണ്ടകളെ ഡൽഹിയുടെ തെരുവുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് അവിടെയുള്ള MP-മാരെ പോലും പേടിപ്പിച്ചിട്ടാണ് ഇന്ത്യയുടെ ശബ്ദം ലോകത്തെത്തിക്കുകയും UN അസംബ്ലിയിൽ പോയി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സഹിഷ്ണുതയും നന്മയും പറയുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയന്റെ മയ്യത്തിനോട് പോലും അവമതിപ്പ് കാണിച്ചതെന്ന് നാം ഓർക്കണം. വളരെ ഭീകരമായ തരത്തിലേക്കാണ് ഫാസിസം വളർന്നു വരുന്നത്. ഫാസിസം എന്ന് പറയുന്നത് കേവലമായി ഒരു സംഘടനയുടെ പേരായി മാത്രം നമ്മൾ അതിനെ കാണേണ്ടതില്ല. അത് സാംസ്കാരികമായ ഒരു അധിനിവേശമാണ്. അത് വാർത്താ മാധ്യമങ്ങളിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഭീതിയും അതോടൊപ്പം തന്നെ പ്രചരണ തന്ത്രവുമാണ്. കീബൽസ് എന്ന് പറയുന്ന ജർമ്മനിയുടെ ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്ന നുണപ്രചാരകനെ പോലെ നിരന്തരമായ നുണപ്രചാരങ്ങൾ നടത്തുകയും ആ നുണയിൽ മാത്രം അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനികമായി വളർന്നു വരികയും ചെയ്യുകയാണ് ഫാസിസം. അതുകൊണ്ടാണ് ഇതുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ അവർ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുകയും തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഫാസിസം എപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിനൊരു രാഷ്ട്രീയമുണ്ട്. അത് ആ രാഷ്ട്രീയം നിലനിർത്താൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ചരിത്രപരമായ തെറ്റുധാരണകളെ അത് നിലനിർത്തുകയും ആ അർത്ഥത്തിൽ അത്തരം വക്രീകരണ പരിപാടികൾ നിരന്തരം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അതിനനുസരിച്ച് രൂപപ്പെടുന്നു, നമ്മുടെ സാംസ്കാരിക ലോകം അതിനനുസരിച്ച് രൂപപ്പെടുന്നു. അങ്ങനെ രൂപപ്പെടുന്നില്ലെങ്കിലോ വളരെ ശക്തമായ അർത്ഥത്തിൽ അവയോട് അതിക്രൂരമായി പെരുമാറാൻ പോലും ഫാസിസം തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ തരത്തിലുള്ള ഫാസിസ്റ്റ് മനോഭാവം വളർന്നു വരുന്നു എന്നറിയുമ്പോൾ ഇന്ത്യയിലെ വളരെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ ഇതിനെ എതിർത്തു.
ഇന്ത്യയിലെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരിൽ പ്രഗത്ഭനായിരുന്ന MM കൽബർഗിയെ പോലെയുള്ള പ്രഗത്ഭർ അതിനെതിർത്തപ്പോ വെടിവെച്ച് കൊന്നിട്ടാണ് ഫാസിസം അതിന്റെ ഈ ക്രൂരമായ ഭാവം കാണിച്ചതെന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെയും മലയാളത്തിന്റെയും മഹാഭാഗ്യമായി നിൽക്കുന്ന MT വാസുദേവൻ നായരോടും സിനിമാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന കബലിനോടുമൊക്കെ കാണിച്ചിട്ടുള്ള ക്രൂരമായ പെരുമാറ്റങ്ങളും അതോടൊപ്പം തന്നെ ഭീകരമാം വിധം അവരോടുള്ള പ്രതിഷേധവും ആലോചിച്ചാൽ ഫാസിസത്തിന് എതിരായി നിൽക്കുന്നവനെ മുഴുവനും പരമാവധി പേടിപ്പിച്ചു നിർത്തുന്ന ഒരു പുതിയ രീതി, അതിന്റെ ഭീകരമായ അവസ്ഥകൾ പലപ്പോഴായി ഫാസിസം കൂടു തുറന്നു വിടുന്നു എന്ന് നമുക്ക് പഠിക്കാനാവും. 2002 ഭീകരമാം വിധം ഒരു ജനതയെ മുഴുവനും ഉന്മൂലനാശം ചെയ്തു ഫാസിസം. 2002 ഭീകരമായ അതിഭീകരമായി നിന്നിരുന്ന നമ്മുടെ അഭിവന്ദ്യ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ സദസ്സിലേക്ക് സന്നിഹിതനാവുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടായിരത്തിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അതിഭീകരമാം വിധം വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെയും ഭാഗമായി ഒരു ജനവിഭാഗത്തെ നശിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്ത് കലാപം നടന്നത്. അന്ന് കോൺഗ്രസിന്റെ മുൻ MP കൂടിയായിരുന്ന ഇഹ്സാൻ ജിഫ്രി എന്ന പ്രഗത്ഭനായ നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അക്രമകാരികൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ അഭയമായി കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ അയൽപ്പക്കത്തുള്ള മുസ്ലിം സഹോദരന്മാർ വന്നുകൂടി നിൽക്കുന്നിടത്തേക്ക് പോലും ഈ അക്രമകാരികൾ പെട്രോൾ ബോംബുകളുമായി കടന്നു വന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ സാക്ഷാൽ നരേന്ദ്രമോദിയോട് അങ്ങയുടെ പോലീസിനെ കൊണ്ട് ഈ അക്രമകാരികളെ തുരത്താൻ ആവശ്യമാകുന്ന പദ്ധതികളിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സക്കിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഇന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത്, നീ ഇനിയും തീർന്നില്ലേ എന്നായിരുന്നു. ഒരു കൂട്ടവംശഹത്യയായിരുന്നു അന്ന് ഗുജറാത്തിൽ നടന്നത്. വളരെ ഭീകരമാം വിധം നടന്ന ആ കൂട്ടവംശക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ ശബ്ദമുയർന്നതും ഞാൻ ഓർക്കുന്നു നന്ദിപൂർവ്വം ഇന്ത്യയിലെ ഹിന്ദു സഹോദരന്മാരുടെ അടുക്കൽ നിന്നാണ്. നരേന്ദ്രമോദിയുടെ അതേ വർഗത്തിൽപ്പെട്ട അഞ്ജലി മോദി എന്ന പത്രപ്രവർത്തക അന്ന് എഴുതിയത് എ ജനോസിഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്നാണ്. ഗാന്ധിയുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ക്രൂരകൃത്യം കൂട്ടവംശഹത്യ എന്നെഴുതിയിട്ട് അവർ പറഞ്ഞു, ഇത് കേവലം ഒരു റയറ്റായി കാണാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. റയറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഉണ്ടായിത്തീരുന്ന കലാപമായി അതിനെ വ്യാഖ്യാനിച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടാകുന്ന ഒരു കലാപമായി അതിനെ കാണാൻ പോലും കഴിയാത്ത വിധം ഒരു ജനതയെ കൃത്യമായി മുച്ചൂടും നശിപ്പിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ് ഗുജറാത്തിൽ നടന്നത് എന്നായിരുന്നു അവരെഴുതിയത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഫാസിസം അതിന്റെ എല്ലാ ഭീഭത്സമായ മുഖവും നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. അതിന്റെ ഭീകരത നമ്മുടെ സാംസ്കാരിക രംഗത്തെയും നമ്മുടെ സാമൂഹിക ജീവിതത്തെയും പിടിമുറുക്കുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുന്നു എന്ന് വേണം നാം കാണാൻ. ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കുന്ന കേരളം പോലും വളരെ ശക്തമായ ധ്രുവീകരണത്തിന് വിധേയമാവുകയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളറിയണം, നമ്മളൊക്കെ അറിയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ
ഒരു പാവപ്പെട്ട സഹോദരൻ അദ്ദേഹം ഗൾഫ് നാടിൽ പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ പോയി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് മതത്തെക്കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടാകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. പക്ഷേ മറ്റൊരു തരത്തിലും മറ്റൊരു മതത്തെ അവമതിക്കാതെയും മറ്റൊരു ചിന്തയും മറ്റൊരു രീതിയിലും പോകാതെയും ജീവിക്കുന്ന ആ സഹോദരനെ അറുകൊല ചെയ്തിട്ടും ആ കുറ്റവാളികളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലേക്കും ആ അറുകൊലക്കെതിരെ ഒരു സാംസ്കാരികമായ അർത്ഥത്തിലുള്ള പ്രതിഷേധം പോലും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്കും എത്തുന്നതിന്റെ കാരണം നാം എങ്ങോ പോകുന്ന ഒരു വലിയ ധ്രുവീകരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന വലിയ ഭീതി നമ്മുടെ മുമ്പിലുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മുടെ നാടിനെ അങ്ങനെ ധ്രുവീകരണത്തിന്റെ വഴിയിലേക്ക് എത്തിക്കുന്നു എന്നതിനെ നമ്മൾ തീർച്ചയായും വളരെ ശക്തമായും ഗൗരവമായും കാണേണ്ടതുണ്ട്. ഫാസിസത്തെ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടത് ആ ഫാസിസത്തിന് നേരെ വിരുദ്ധമായി നിൽക്കുന്ന, അതിന് വിരുദ്ധമായി പറയേണ്ട രീതി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെതാകണം എന്നതാണ് നാം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ മക്കത്തു ഷരീഫയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പ്രബോധനം സ്വീകരിച്ചതിനു ശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇനി നമുക്കൊന്ന് പുറത്തു നടന്ന് ഒരു റാലി അങ്ങ് നടത്തിക്കൂടെ എന്ന് ചോദിച്ചതിനെ അതിനെ വെച്ച് ന്യായീകരിച്ച ചില ആളുകൾ ഇപ്പോ പിന്നെ സ്കൗട്ട് പരിപാടികളുമായി നടന്നുകൊണ്ട് പരേഡ് നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ആ പരേഡ് കൊണ്ട് RSSകാരന് പുതിയ വളം വെക്കലല്ലാതെ മനുഷ്യജാലികകൾ തീർത്ത് മുസ്ലിം ഉമ്മത്തിലെ ഈ ചെറുപ്പക്കാർ കാണിച്ചതുപോലെ മതമൈത്രി സംവിധാനങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യമാണ് മദീന പാഷയിൽ വിളിച്ചു പറയുന്നത്. അത്തരത്തിലുള്ള പരേഡുകൾ കൊണ്ട് സമൂഹത്തിൽ വലിയ സ്പർദ്ധകൾ ഉണ്ടാക്കാനും അതിന്റെ വിദ്വേഷം പടർത്താനുമേ സാധ്യമാകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടത്തിയത് അങ്ങനെ ഒരു പരേഡ് നടത്തുക എന്ന രീതിയിൽ മാത്രമല്ല, മറിച്ച് അതൊരു പ്രബോധനത്തിന്റെ ആവശ്യമായ അർത്ഥത്തിൽ പ്രബോധനം ഒന്ന് പരസ്യപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തുള്ള ഒരു ശക്തി പ്രകടനമായിരുന്നില്ല അത്. മാത്രവുമല്ല, എന്നിട്ടും ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നതും മക്കാ കാലത്ത് ഫഅഫു അൻഹും വസ്ഫഹു എന്ന് തന്നെയാണ്. നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അവരുടെ പീഡനങ്ങൾക്ക് മുമ്പിൽ അങ്ങ് ക്ഷമിക്കണം. ഭീകരമായിരുന്നല്ലോ ആ പീഡനങ്ങൾ. ആ പീഡനങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ മക്കയിലെ കഅബയുടെ ഭിത്തിയിൽ ചാരിക്കിടന്നിട്ടല്ലേ മഹാനായ ഖബ്ബാബ് ബിൻ ലറത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഒന്ന് ദുആ ചെയ്യുമോ ഞങ്ങൾക്ക് വേണ്ടി? അഫലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, ഒന്ന് പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി? എത്ര ഭീകരമാണ് മർദ്ദനങ്ങൾ എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയത്തും പ്രവാചകൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖബ്ബാബ്, ഒരു കാലം വരുമെന്ന് നീ പരിശുദ്ധ മതം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അന്ന് അങ്ങകലെ സൻആയിൽ നിന്നൊരു പെൺകുട്ടിക്ക് ആരെയും കൂസാതെ ഭയക്കാതെ നിർഭീതയായി ഈ കഅബയുടെ മുമ്പിൽ വന്ന് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു സാമൂഹിക പരിസരം സൃഷ്ടിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ക്ഷമിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ആവശ്യപ്പെട്ടത്. പക്ഷേ സാന്ദർഭികമായി ചില കാര്യങ്ങളെ അടർത്തിയെടുത്താൽ ലോകത്ത് എന്തിനേയും അങ്ങനെ വ്യാഖ്യാനിക്കാനാകും. ഇന്ത്യയിൽ ഫാസിസം ഉയർക്കൊള്ളുന്നത് ഇന്ത്യയിലെ തന്നെ മതഗ്രന്ഥങ്ങളെ, വേദഗ്രന്ഥങ്ങളെ, പ്രത്യേകിച്ചും ചില സ്മൃതികളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ചില സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഉക്തികൾ കൊണ്ടാണ്, അതിലെ ശ്ലോകങ്ങൾ കൊണ്ടാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എത്രയോ പറയാൻ കഴിയും. ഇന്ത്യയിൽ ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. യുദ്ധം ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുന്ന അർജുനന്റെ മുമ്പിൽ ഉപദേശം നടത്തിയിട്ടാണ് ഗീതോപദേശം തുടങ്ങുന്നത്. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. ഏ കൃഷ്ണ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഭീഷ്മാചാര്യനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ദ്രോണാചാര്യരുമാണ്. എന്റെ പിതാമഹന്റെയും എന്റെ ഗുരുവിന്റെയും ശരീരങ്ങളിലേക്ക് ഈ അമ്പെയ്തുകൊണ്ട് ഞാൻ എന്തു രാജ്യമാണ് പിടിച്ചെടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ഗാണ്ഡീവം താഴെ വെച്ച് രഥത്തിലിരിക്കുന്ന അർജുനന്റെ മുമ്പിലാണ് ക്ലൈബ്യം മാസ്മഗമപ്പാർത്ഥ ന ഏതത്വ യുപപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ട പരന്തപ. ഈ മനോവിഷമം മാറ്റിവെച്ച് നീ മുന്നോട്ട് പോകണം. നിന്നെ പോലെയുള്ള ആളുകൾക്ക് പറ്റിയ പണിയല്ല ഈ ദൗർബല്യം, നീ യുദ്ധം ചെയ്യൂ എന്നാവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ചെയ്യുന്നത്. പക്ഷെ ഗീതയെ നമുക്ക് മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാവണം. ആ ഗീത നെഞ്ചടക്കി പിടിച്ചിരുന്ന മഹാത്മജി ഇന്ത്യയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമരങ്ങൾ മുഴുവനും അഹിംസയിലൂന്നി നിന്നായിരുന്നു എന്ന് കൂടി നാം അറിയുമ്പോൾ
എന്തിനേയും അതിന്റെ സാഹചര്യങ്ങൾ നടത്തിയെടുത്താൽ ഭീകരമാക്കാനും സമാധാനത്തിന്റെ വഴിയാക്കാനും നമുക്ക് സാധ്യമാവും. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഉക്തികളെ, ചില സൂക്തങ്ങളെ എടുത്താൽ അത് വലിയ ഭീകരമായി മാറും. ഫഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ഞാൻ അതിന് അർത്ഥം വെക്കുന്നില്ല, അതിന്റെ പരിസരം ശരിയില്ലാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേണമെങ്കിൽ അതിനെയൊക്കെ ഏത് ഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാകും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ കാണേണ്ടത് ഏതിനും അതിൻ്റെതായ സാഹചര്യങ്ങൾ, അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ, എങ്ങനെയാണോ അതിന്റെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്, ആ വ്യാഖ്യാനങ്ങൾ പ്രധാനമാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി റജുലൻ യതഅവ്വലുൽ ഖുർആന ബിസുൻഇഹി ഫീ ഗൈരി മൗളിഇഹി, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പരിശുദ്ധ ഖുർആനിനെ അവനവന് തോന്നിയതുപോലെ അർത്ഥം വെച്ച് വ്യാഖ്യാനിക്കുന്നതാകുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകർക്ക് ഒരു പാരമ്പര്യത്തിന്റെ വഴിയുള്ളത് കൊണ്ട് തന്നെ അവനവന് തോന്നിയതുപോലെ ഖുർആനോ ഇസ്ലാമോ അവന്റെ മുമ്പിൽ വ്യാഖ്യാനിക്കപ്പെടില്ല. അവനൊരു മൂത്ത വിങ്ങുണ്ട്, കേവലം ഒരു യൂത്ത് വിങ് മാത്രമല്ല. ചിലർക്ക് യൂത്ത് വിങ് മാത്രമേ ഉള്ളൂ. ഭ്രാന്തെടുത്താൽ ഒരു മൂത്ത വിങ്ങിനെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമാകാതെ പോകുന്നു എന്നതുകൊണ്ടാണ് പരേഡ് നടത്തി ധ്രുവീകരണത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതേസമയം SKS പിഴക്കാതെ പോകുന്നത് ഈ പാരമ്പര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കണം, ഇന്ത്യയുടെ കോടതികൾ പോലും ഒരു കാലത്ത് പറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് അധികാരമില്ലെന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തെ ചില കേസുകൾ, ശ്രദ്ധേയമായ കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ കോടതി എടുത്തൊരു തീരുമാനമുണ്ട്. It would be wrong for the court to put their own construction on Quran. പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിൽ സ്വന്തം തീരുമാനം പറയാൻ കോടതികൾക്ക് അധികാരമില്ല. അങ്ങനെ പറയേണ്ടത്, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ടുള്ള അതിന്റെ അധികാരികളായ പണ്ഡിതന്മാരാണ്, മദ്ഹബിന്റെ ഇമാമിയങ്ങളാണ് എന്ന് പറയാൻ പോലും കോടതികൾ തയ്യാറായിരുന്ന ഒരു കാലമുണ്ട്. എന്തേ അതിനു കാരണം? നമ്മുടെ പാരമ്പര്യം അതായിരുന്നു എന്നതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, 985 മുതൽ ഇങ്ങോട്ടുള്ള കോടതികളുടെ ചിത്രം. അവിടെ നമ്മൾ കാണുന്നത് കോടതികൾ സ്വയം വ്യാഖ്യാനങ്ങൾ നടത്താൻ തയ്യാറാകുന്നു എന്നതാണ്. എന്താ അതിനു കാരണം? വിശുദ്ധ ഖുർആനെ പുസ്തകം നോക്കി വ്യാഖ്യാനിക്കാൻ തയ്യാറായ ഒരു സമൂഹം, ഒരു ആൾക്കൂട്ടം ഉണ്ടായപ്പോ മറ്റുള്ളവരും കൂടി ഖുർആനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നതാണ്. നമ്മൾ പറയുന്നത് ഇതിനൊരു പാരമ്പര്യം ഉണ്ടാകണം. ഏതിനും, ഏതു മതത്തിനും അതിന്റെ പാരമ്പര്യം ഉണ്ടാകണം. ആ പാരമ്പര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ സൗഹാർദ്ദവും നന്മയും ആ അർത്ഥത്തിലുള്ള മൈത്രി ബന്ധങ്ങളും ഉണ്ടാകുന്നുള്ളൂ. നോക്കൂ, നമ്മുടെ പാരമ്പര്യത്തിന്റെ കഥ അറിയുമ്പോ മഹാന്മാരായ സൂഫി വര്യന്മാരും അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരുമാണ് ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പരിസരത്തെ ഇത്രമേൽ മനോഹരമാക്കിയത്. അതുകൊണ്ടല്ലേ ഗാന്ധിജി തന്നെ പറയുന്നത് കാണാം. ഇന്ത്യയിൽ കടന്നു വന്ന ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്ത് ഗാന്ധിജി പറയുന്നു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ പഠിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യയിൽ കടന്നു വന്ന മുസ്ലിങ്ങൾ സൂഫികളായിരുന്നു. അവർ സ്നേഹത്തോടെയും മന്ദസ്മിതത്തോടെയും ഈ നാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ നാട് അവരെ സ്വീകരിച്ചതാണ് ഞാൻ കണ്ടത് എന്നാണ് ഗാന്ധിജി. My association to the noblest Musliman has taught me that Islam has been spread not with sword but with the prayerful love of unbroken series of fakirs and Sufis. സൂഫിയുടെയും ഫക്കീറുമാരുടെയും നോക്കൂ നിങ്ങൾ, മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി ഉണ്ടല്ലോ. ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി തങ്ങൾ 90 ലക്ഷം വരുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊടുത്ത ആളാണ്. ആ 90 ലക്ഷം അമുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകുമ്പോ ഈ രാജ്യത്ത് ആരും മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറൽ അസീസ് തങ്ങൾ വലിയ തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പീസ് നടത്തിയിട്ട് ആ പീസിന്റെ പേരിൽ നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ അവസാനം പേടിച്ചു നടക്കുന്ന ഒരു ഘട്ടമുണ്ടാകുമ്പോൾ ഞാൻ ആലോചിച്ചു പോകുന്നത്, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മതസംവിധാനങ്ങളുടെയും മതപ്രബോധനത്തിന്റെയും രീതി എന്ന് പഠിക്കണമെങ്കിൽ സമസ്ത എങ്ങനെയാണ് ഈ മതം പ്രബോധനം ചെയ്തതെന്ന് പഠിക്കണമായിരുന്നു. ചിലർ അവിടെ നിന്ന് പഠിക്കണമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ മഞ്ചേരിയിലാണ് ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രബോധനം ഉണ്ടായപ്പോ ആ പ്രബോധനം മഞ്ചേരിയിലെ മുസ്ലിം സഹോദരന്മാരുടെ ഇസ്ലാമിക വിശ്വാസത്തിന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കുമ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർഖദ മഹാനവർകൾ ബൈബിൾ ശരിക്കു പറഞ്ഞാൽ സുറിയാനി ഭാഷയെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നടത്തിയ മഹാനവകളുടെ വളരെ തുച്ഛമായ ദിവസങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം പാതിരിമാർ മുസ്ലിങ്ങളാകുന്ന ഘട്ടമുണ്ടായി. പാതിരിമാർ മുസ്ലിങ്ങളായി. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ
ആ പാതിരിമാർ മുസ്ലിങ്ങളായതിന്റെ പേരിൽ പിന്നെ അത് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് പിന്നെ വീണ്ടും വീണ്ടും സ്നേഹസംവാദങ്ങൾ നടത്തി ഈ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ അഭിയന്തനായ ശൈഖുന ശംസുൽ ഉലമ ഒരിക്കലും തുനിഞ്ഞില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇന്ന് ചില ആളുകൾ അവർ സ്നേഹ സംവാദമാണ് അത്രയും നടത്തുന്നത്. എന്നിട്ട് എന്തേ ഉണ്ടാകുന്നത്? പരസ്യമായി ചില പരിപാടികൾ നടത്തുമ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് ഏതർത്ഥത്തിലാണെങ്കിലും അതൊക്കെ അതിന്റെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത് പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പഠിച്ചവന് മാത്രം മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഇവിടെ നമ്മൾ നടത്തിയിട്ടില്ലേ? പക്ഷേ ഈ നാട് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും സൂഫി വര്യന്മാരുടെയും കൂടെ നിന്നല്ലേ നമ്മുടെ ചരിത്രം. ഞാൻ സൂചിപ്പിച്ച പോലെ 90 ലക്ഷം വരുന്ന ഒരു വിഭാഗം ആളുകളെ മുസ്ലിങ്ങളാക്കി എന്ന് പറയുന്നത് മുസ്ലിം ചരിത്രകാരന്മാർ മാത്രമല്ല. നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ സർവവിജ്ഞാന കോശം മലയാളത്തിൽ അതിന്റെ പതിപ്പിറങ്ങുമ്പോ ആ മലയാളത്തിലെ സർവവിജ്ഞാന കോശത്തിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിമർശകനായിരുന്ന സുകുമാർ അഴീക്കോട്, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സാഹിത്യ വിമർശകനായ സുകുമാർ അഴീക്കോട്. പക്ഷെ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഈ എഡിറ്റോറിയൽ ബോർഡിൽ ഖ എന്ന് തുടങ്ങുന്ന ആ അക്ഷരം എടുത്ത് മറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തെ കാണാം. അവിടെ പറയുന്നു 90 ലക്ഷം വരുന്ന ആളുകൾ മുസ്ലിങ്ങളാകാൻ ഒരു മന്ദസ്മിതം മതി, ഒരു മന്ദസ്മിതം. ആ മന്ദസ്മിതം പോലെയുള്ള വളരെ വിസ്മയകരമായ അത്ഭുത പ്രവൃത്തിയാണ് ഇന്ന് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പാണക്കാട്ട് കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബ്ബറല്ലാഹു മർഖദ 92ന്റെ ഭീകരമായ രാത്രിയിൽ കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന DGP, അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ കേരളം കണ്ട രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയുടെ അപരനാമധേയമായ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഇന്നത്തെ രാത്രി എനിക്ക് ഭയമുണ്ട്, എന്തു സംഭവിക്കുമെന്ന് എന്ന് പറയുമ്പോ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം തന്നെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയതാണ്. അങ്ങ് ഭയക്കണ്ട, പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. ആ മഹാനും അവന്റെ മന്ദസ്മിത സാന്നിധ്യമുള്ളിടത്തോളം കാലം ഈ നാട്ടിൽ അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ അന്ന് K. കരുണാകരന് സാധ്യമായ ധൈര്യമുണ്ടല്ലോ. അത് ഈ പർണശാലയുടെ സാന്നിധ്യത്തിന്റെ ധൈര്യമാണ്. അത് തന്നെയാണ് ഇപ്പൊ ഫാസിസം എന്തു ചെയ്യുന്നു എന്ന് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. മറ്റൊരു കാര്യമുള്ളത്, ഫാസിസത്തെ ചെറുക്കാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കലല്ല പ്രധാനം, മറിച്ച് ഈ നാടിന്റെ സൗഹൃദം കാക്കാനും നന്മ കാക്കാനും വേണ്ടി പ്രവർത്തിക്കലാണ്. നാം ആ കാര്യം ഉറച്ചു പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും SKSSFന്റെയും പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഇപ്പോ ചില ആളുകൾക്ക് ചില പേടികളുണ്ട്. ആരാ ഇന്ന് കേരളത്തിലെ ഏതു മതസംഘടനയാണ് തീവ്രവാദം എന്ന് പറയുമ്പോ പേടിക്കാതിരിക്കുന്ന ഒരു സംഘടനയുള്ളത്? അത് ഞാൻ ഉറച്ചു പറയുന്നു, സമസ്തയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും മാത്രമാണ്. ചിലർക്ക് JCB എന്ന് കേട്ടാ പേടി തോന്നും, പിന്നെ ജംഇയ്യത്തുൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ പേടി തോന്നും, ചിലർക്ക് ടൈഗർ സുന്നി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പേടി തോന്നും. ഗുരുത്തക്കേടിന്റെ ആലയത്തിൽ തീവ്രവാദം ആദ്യമായി പൊട്ടിമുളച്ചിരുന്നു എന്നതുകൊണ്ടാണ് ആ പേടി അവരുടെ പേടിയായി നിലനിൽക്കുന്നതെങ്കിൽ സലഫീസം എന്ന് പറയുന്നത് ആഗോളാടിസ്ഥാനത്തിലെ വലിയ തീവ്രവാദത്തിന്റെ കേന്ദ്രസ്ഥാനമാണെന്ന് ഞാനല്ല പറയുന്നത്, ലോകം കണ്ട പ്രഗത്ഭരായ രാഷ്ട്രീയ നിരീക്ഷകരാണ്. അവർ പറയുന്നു ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സലഫീസം വലിയ തീവ്രവാദമാണ്. സലഫീസത്തിന്റെ തീവ്രവാദം അതുണ്ടായത് they are influenced by the ideology of മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഐഡിയോളജിയാലാണ് ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവർ പ്രചോദിതരായിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രഗത്ഭരായ എഴുത്തുകാരാണ്. വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് അബ്ദുൽ ബാരി അൽ അദ്വാൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ഇസ്ലാമിക് സ്റ്റേറ്റ് എ ഡിജിറ്റൽ ഖിലാഫത്ത് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയത്താൽ പ്രചോദിതരാണ് ഐസ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് കേൾക്കുമ്പോൾ അവിടെ വലിയ ഇസ്ലാമും വലിയ ഈ സ്റ്റേറ്റും ഉണ്ടെന്ന് ധരിക്കണ്ട. മുതലക്കുളം മൈതാനം എന്ന് കേൾക്കുന്നത് പോലെ മാത്രം കണ്ടാൽ മതി. അവിടെ മുതലയും കുളവുമില്ലാത്തതുപോലെ ഇവിടെ ഐസിൽ ഇസ്ലാമും സ്റ്റേറ്റും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു ഭീകര സംഘടന ഉണ്ടാകുമ്പോൾ അതിന് ജൂദായിസത്തിന്റെ ചില ബന്ധങ്ങളുണ്ടെന്ന് ആരോപിക്കപ്പെടുമ്പോൾ പോലും നമ്മൾ അറിയേണ്ടത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആശയത്താൽ പ്രചോദിതമാണ് ഐസ്. അൽ ഖായിദയും ഐസും അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ഐസിന്റെ ഉദ്ഘാടനം ഉണ്ടായത് എവിടെ നിന്നാണ്? മഹാനായ സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മസ്ജിദ് പൊളിച്ചിട്ടാണ്, അവിടുത്തെ ഖബർ പൊളിച്ചിട്ടാണ്. അതുപോലെ തന്നെ മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ഖബർ പൊളിച്ചിട്ടാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്
ഇസ്ലാമിന്റെ ഈ കർമ്മശാസ്ത്ര സരണിക്ക്, അതോടൊപ്പം തന്നെ ഹദീസ് ശാസ്ത്ര സരണിക്ക് ഇത്രമേൽ വലിയ സംഭാവന ചെയ്തൊരു മഹാനെ നമുക്ക് കാണാൻ കഴിയില്ല. ദ സെക്കൻഡ് ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാമുൻ നബവി, ആ മഹാനുഭാവന്റെ ഖബർ പൊളിക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ആ ഖബർ പൊളിച്ചുകൊണ്ട് നടന്ന കാലത്ത് കേരളത്തിലെ ചില നവോത്ഥാന ശില്പികൾ എന്ന് പറഞ്ഞത് വളരെ കേമമായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങണം ഇസ്ലാമിക നവോത്ഥാനം എന്നാണ്. ഇന്നവർക്ക് അങ്ങനെ പറയാൻ ധൈര്യമില്ലെന്ന് എനിക്കറിയാം. സത്യത്തിൽ അവര് സലഫികളാണെങ്കിലും ഒരു നാടൻ തല്ലിനുള്ള ധൈര്യമില്ലെന്നും എനിക്കറിയാം. പക്ഷേ അവർക്കൊക്കെ അബദ്ധം പിണഞ്ഞിട്ടുള്ള ആശ്രയങ്ങൾ പലപ്പോഴും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റേതാകുമ്പോ ഈ ചിന്താസരണി, അതായത് സമസ്തയുടെ ചിന്താസരണി എന്ന് പറയുന്നത് നാടിന്റെ സൗഹൃദം കാത്തുകൊണ്ടും ഈ നന്മ നിലനിർത്തിയും മതമൈത്രിയെ നിലനിർത്തിയിട്ടുമാണ് മുന്നോട്ട് പോയത്. അതിന്റെ ചരിത്രങ്ങൾ നിരന്തരം പറയേണ്ടതുണ്ടെങ്കിൽ പോലും എന്റെ സമയത്തിന്റെ വലിയ പരിമിതി നീക്കി ഞാൻ അതുകൊണ്ട് വിഷയം ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് പറയാം, മഹാരഥന്മാരായ നേതാക്കൾ, മഹാരഥന്മാരായ മുൻഗാമികൾ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാകട്ടെ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാകട്ടെ, മഹാനായ മമ്പുറം തങ്ങളാകട്ടെ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാകട്ടെ, അങ്ങനെ പോകുന്ന ആ നീണ്ട നിര സൗഹൃദത്തിന്റെ പൂക്കാലങ്ങൾ തീർത്തു പോകുമ്പോ SKSF ആ വഴിയിൽ മദീന പാഷൻ എന്ന് പറഞ്ഞ് ഈ സൗന്ദര്യത്തെ നെഞ്ചിലെത്തി അഷ്റഫുൽ ഖൽഖിന്റെ സ്നേഹമന്ദസ്മിതമാണ് നമ്മൾ ഈ പരിശുദ്ധമായ വഴിയിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. അതുവഴി നാടിന്റെ സൗഹൃദമുണ്ടായാൽ ഫാസിസം പമ്പകടക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ താരുണ്യം, ഈ ചങ്കൂറ്റം അത് നന്മയുടെ വഴിയിൽ നിലനിർത്താൻ ഈ പ്രവർത്തക ഗോദയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും സൗഭാഗ്യം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.